ഇന്ന് പോലീസ് സ്റ്റേഷനിലായിക്കോട്ടെ, കോടതിയിലായിക്കോട്ടെ, ഏതൊരു മേഖലയിലും നിയമ സംവിധാനങ്ങളിലൊന്നും പുരുഷന്മാർ ഇന്ന് പ്രത്യക്ഷത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. സ്ത്രീകൾ വ്യാജ പരാതി കൊടുത്താൽ അതിനെ ഒരു അന്വേഷണം പോലും ഇല്ലാതെ പുരുഷന്മാർക്കെതിരെ നടപടി ഉണ്ടാവുകയും അവരെ ജയിലിൽ പിടിച്ചടയ്ക്കുന്ന ഒരു അവസ്ഥ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെയാണ് നമ്മൾ ഓൾ കേരള മെൻസ് അസോസിയേഷൻ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയും ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ വർഷവും നമ്മൾ തിരുവനന്തപുരം കഴിഞ്ഞ വർഷം എറണാകുളം മെറൈൻ ഡ്രൈവിലായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ ഇങ്ങനെ ഒരു റാലി സംഘടിപ്പിക്കുകയും നമ്മുടെ നിയമപാലകരുടെയും രാഷ്ട്രീയ നേതാക്കന്മാർ, മന്ത്രിമാർ, MLA മാർ, MP മാർ ഇവരെല്ലാം നമ്മുടെ പുരുഷന്മാരുടെ പ്രശ്നങ്ങളിൽ കൂടി അവരും പുരുഷന്മാരാണ് എന്നുള്ള ബോധമില്ലാതെ അവർ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം വാതുറക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നൊരു വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരികയാണ്. ഇതിനെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കുന്നു. ഞങ്ങളും നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയിലും പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും അത് ശക്തമായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ റാലി ഇവിടെ വെച്ച് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിച്ചതിന് ശേഷം നമ്മുടെ ശാന്തിവിള ദിനേശ് സാർ ഉദ്ഘാടനം ചെയ്യുന്ന നിരാഹാര സമരം, അത് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തകൻ തന്നെ പറഞ്ഞിട്ടുള്ളത് 50 വർഷമാണ് അതിൻ്റെ ആയുസ്. 50 അല്ലെങ്കിൽ 60 വർഷമാണ് അതിൻ്റെ ആയുസ്. ഇവിടെ 129 വർഷമായിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാം പണി കഴിപ്പിച്ചിട്ട്. ഒന്ന് ആലോചിക്കണം, എന്ന് പറഞ്ഞാൽ 50 പറഞ്ഞിട്ട് അതിൻ്റെ ഡബിളുമായി അതും കഴിഞ്ഞ് നിൽക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയം. ഒന്ന് ആലോചിക്കണം. അപ്പോൾ ഇവിടെ ഏത് സമയവും ഇപ്പം നമ്മളിപ്പോൾ വയനാട് നിസ്സാരം ഒരു ചെറിയൊരു ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. ഒരു പഞ്ചായത്തിലെ 3 വീടൊഴികെ ബാക്കി കംപ്ലീറ്റ് വീടും നശിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ, ഒരു ചെറിയൊരു ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഭൂമി കുലുക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വലിയ ഡാം പൊട്ടി വരികയും പിന്നെ ബേബി ഡാമുകളായ 3 ഡാമും അത് തകർന്ന് ഈ 3 ജില്ല പൂർണ്ണമായിട്ടും 3 ജില്ല ഭാഗികമായിട്ടും പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. എത്രായിരം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ മരിച്ചു വീഴാൻ പോകുന്നത്. ഇപ്പോൾ വയനാട് ജില്ലയിൽ എത്ര പേരാണ് മരിച്ചത് എണ്ണം പോലും നമുക്ക് കറക്റ്റായി പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. 500ഓളം പേരുടെ എന്നൊക്കെ പറയുന്നു. പക്ഷേ നമുക്ക് കൃത്യമായിട്ടൊരു കണക്ക് പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവർ എത്ര പേര്, ഇവരുടെ ബോഡി കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുക്കൾക്ക് ബോഡി കിട്ടുവാനോ, ബോഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാർട്സുകളാണ് ചിലർക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. ഒന്ന് ആലോചിക്കണം. എന്നിട്ട് ഒരു കൂട്ടമായിട്ട് ഒരു മലയിൽ ഒരു കുഴി കുത്തി മൂടേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഈ ഡാം തകർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കേരളത്തിൻ്റെ പകുതിയോളം പേര്, പകുതിയല്ല ഒട്ടുമിക്കലും പോയി കഴിഞ്ഞു എന്നുള്ളതാണ് കാര്യം. 3 ജില്ല, ഏറ്റവും നമ്മുടെ എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഒരുപാട് സംവിധാനങ്ങളുള്ളത്. നമ്മുടെ തലസ്ഥാനം സെക്രട്ടേറിയറ്റ് ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്തിന്. മറ്റ് എല്ലാ മേഖലയിലുള്ളവരും എല്ലാത്തിൻ്റെ ഹെഡ് ഓഫീസുകളുള്ളത് എറണാകുളത്താണ്. അപ്പോൾ എറണാകുളം പൂർണ്ണമായിട്ട് നശിക്കുന്ന ഒരവസ്ഥ വരും. കോട്ടയം ജില്ല പൂർണ്ണമായിട്ട് നശിക്കുന്ന ഒരവസ്ഥ വരും. ആലപ്പുഴ ജില്ലയും വരും. അത് കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള അടുത്തുള്ള പത്തനംതിട്ട, ഇങ്ങനെയൊക്കെയുള്ള ജില്ലകൾ, തൃശ്ശൂർ, ഇങ്ങനെയുള്ള ജില്ലകൾ ഭാഗികമായിട്ടുള്ള ഒരുപാട് നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ മുല്ലപ്പെരിയാർ ഡാം പുനർനിർമ്മിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഒരു നിരാഹാരം, അതിനകത്ത് സൂചനാ നിരാഹാരമാണ്. നമ്മളാണ് ഓഗസ്റ്റ് 15-ന് ആദ്യമായിട്ട് ഒരു മുല്ലപ്പെരിയാറിന് വേണ്ടിയിട്ട് ഒരു സമരം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിക്കുകയും അതിനോടനുബന്ധിച്ച് പിന്നെ ഒരുപാട് പേര് ഇപ്പോൾ സമരങ്ങൾ ഇന്ന് തന്നെ ഒരുപാട് പേര് സമരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്, നല്ലൊരു തുടക്കമാണ്. ഇതൊരു നല്ലൊരു തുടക്കമാവട്ടെ. എല്ലാവരും കേരള ജനത ഒരുമിച്ച് നിന്ന് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡാം പൊളിച്ചിപ്പോൾ തമിഴ്നാട്ടിന് വെള്ളം കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ തമിഴ്നാട്ടിന്, നമ്മുടെ സഹോദര സ്റ്റേറ്റാണ് തമിഴ്നാടെന്ന് പറയുന്നത്. അപ്പോൾ തമിഴ്നാട്ടിന് വെള്ളവും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ജീവനും, ഇത് രണ്ടും തുല്യമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തിട്ട് ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഭരണകർത്താക്കൾ, തമിഴ്നാടും തമിഴ്നാട് മുഖ്യമന്ത്രിയും നല്ല ഒരു ഐക്യത്തിലാണ്, സഹോദരങ്ങളെ പോലെയാണ് കഴിയുന്നത്. അപ്പോൾ കൃത്യമായിട്ടും അവർ ഒരു ഇടപെടൽ ഉണ്ടായാൽ അവർക്ക് സംസാരിച്ച് തന്നെ ഒരു കരാറുണ്ടാക്കിയിട്ട് ഇതിൽ ഒരു അഴിച്ചുപണി അവിടെ ചെയ്യാൻ പറ്റും. ഇവിടെ പണ്ടത്തെ രീതിയിലുള്ള സംവിധാനങ്ങളിൽ സുർക്കി മിശ്രിതം വച്ചിട്ടാണ് അവിടെ ഈ ഡാം ഇപ്പോൾ നിലവിൽ കെട്ടിയിരിക്കുന്നത്. ആ സുർക്കി മിശ്രം തന്നെ അവിടെ നിന്ന് ഇപ്പോൾ പോയി കഴിഞ്ഞു, ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണം പറയുന്നത്. കാര്യം ഒരുപാട് വിള്ളലുകൾ വരുന്നു, ലീക്ക് വരുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ഭൂകമ്പം കൂടി ഒരു എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവാതിരിക്കട്ടെ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടായാൽ, ഇപ്പോൾ ഉണ്ടായ ഉരുൾപൊട്ടൽ പോലെ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മളെ കൊണ്ട് താങ്ങുന്നതിനും അപ്പുറമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട്
എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യുക, വിജയിപ്പിക്കുക. നന്ദി, നമസ്കാരം.